ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള 2 സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ 2 വെറൈറ്റി റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാനൊരു ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എല്ലില്ലാതെ ചിക്കൻ പീസസ് ഇതേപോലെ വളരെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. ഇതിലും ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് ഷ്രെഡ് ചെയ്തെടുക്കുകയൊന്നുമില്ല, അതുകൊണ്ടാണ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറയുന്നത്. നമ്മൾ സാധാരണ ഇറച്ചി പത്തിരിക്കൊക്കെ ഉണ്ടാക്കണ പോലെ അങ്ങനെയല്ല. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി 2 മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയിട്ട് അത് കുറച്ച് അധികം ഇട്ടിട്ട് എരിവുള്ള മുളക് പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാ മുളക് പൊടി ആഡ് ചെയ്താലും മതി. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ എരിവ് നോക്കിയിട്ട് വേണ്ടതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല ആണ് ആഡ് ചെയ്തിട്ടുള്ളത്, അതും കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ നീരൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ ഒരു 1.5 സ്പൂണ് തൈര് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പം ചെറുനാരങ്ങയുടെ കുരുവൊന്നും ഇല്ലാതെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് പഴമാണ്. ഒരുപാട് അങ്ങ് പഴുത്തിട്ടില്ലാത്ത ഒരു മീഡിയം ലെവലുള്ള പഴം എടുക്കുക. എന്നിട്ട് കുക്കറിലോ അല്ലെങ്കിൽ നമ്മൾ ഉന്നക്കായ്ക്ക് ചെയ്തെടുക്കുമല്ലോ അതേപോലെ ചെയ്തെടുക്കുന്നതാണ്. കുക്കറിലേക്ക് ഞാൻ 2 പീസാക്കിയിട്ടാണ് ഓരോ പഴം ഇട്ട് കൊടുക്കുന്നത്. ആവിയിൽ വേവിച്ചെടുക്കുന്ന പോലെ അങ്ങനെ ആയാലും ചെയ്തെടുക്കുക കേട്ടോ. ആവി വെച്ചിട്ട് വേവിച്ചെടുക്കുക. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഒരുമിച്ചിടുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ഇത്തിരി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കുക. ആ ടൈം കൊണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ ഒരു ഫില്ലിങ് നമ്മൾ ബട്ടർ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറിലാണ് ചെയ്തെടുക്കുന്നത്. ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ബട്ടറും ഓയിലും മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇത് കുറച്ച് അധികം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും ബട്ടർ എടുത്തത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പ് ഒരു ചെറിയ സ്പൂണ് ചെറിയ ജീരകം ഉണ്ടല്ലോ അതിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം ചിക്കൻ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം ബട്ടറിലിട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ചിക്കൻ ആഡ് ചെയ്യുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരു 5 മിനിറ്റ് വരെ നന്നായിട്ട്. അതൊന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഫില്ലിങ് പോലെ അധികം എടുക്കരുത്. നമ്മൾ ഇറച്ചിപ്പത്തിരി സമൂസക്കൊക്കെ കുറച്ചധികം സവാളയാണ് എടുക്കുക. ഇതിലങ്ങനെയല്ല, ചിക്കനാണ് കൂടുതൽ വേണ്ടത്. സവാള അതിൽ കുറച്ചെടുക്കുക. ഇപ്പോൾ ഒരു കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു സവാളയൊക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു 1/4 കിലോ ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു സവാളയൊക്കെ മതിയാവും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇട്ടാൽ മതി. കുറഞ്ഞ അളവിൽ സവാള ആഡ് ചെയ്യുക. അപ്പോൾ അതവിടെ ആവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇവിടെ ഇതാ വേവിച്ചെടുത്ത പഴം ഉണ്ടല്ലോ അത് ഇത്തിരി പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഉടച്ചെടുക്കുക. മാഷ് ചെയ്ത് എടുക്കുന്ന സംഭവം ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്ത്, ഇപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഹാഫ് തക്കാളി ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളി എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ പകുതി അളവിലൊക്കെ എടുത്താൽ മതി. ഞാൻ ഇത് കുറച്ച് അധികം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്ര അധികം കാണുന്നത്. നമ്മൾ ഒരുമിച്ചൊക്കെ ഫില്ലിങ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 തവണ വേണമെങ്കിലൊക്കെ ഉണ്ടാക്കാം. ഇത് വെച്ചിട്ട് തന്നെ 2-3 രീതിയിലുള്ള സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിവിടെ എല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ആ സമയത്ത് തന്നെ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇട്ട അതേ പൊടികൾ തന്നെയാണ് ഇത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടല്ല, അപ്പോൾ നമ്മൾ സാധാരണ ഫില്ലിങ്ങിലൊക്കെ ചെയ്യുന്ന പോലെ ആ പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി വേണമെന്നില്ല, കുറച്ച് മുളക് പൊടി, എരിവ് വേണ്ടാന്നുള്ളതാണെങ്കിൽ കാശ്മീരി ചില്ലി ഇടാം, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇതൊക്കെ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഫില്ലിങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തക്കാളി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കുക. കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവാണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത് ബട്ടർ ശരിക്കും നമ്മൾ ഓയിലും ബട്ടറും മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ബട്ടർ കൂടുതൽ എടുക്കുന്നതാണ് നല്ലത്, എന്നാലാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ വരുള്ളൂ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ലാസ്റ്റിൽ ഞാൻ കുറച്ച് മല്ലിയിലയും ഒരു ഇത്തിരി കസൂരി മേത്തി ഇട്ട് കൊടുക്കുക. കസൂരി മേത്തി കൂടുതൽ ഇടരുത്, ഇട്ട് കഴിഞ്ഞാൽ കയ്പ്പ് വരും മസാലക്ക്. അപ്പോൾ ഒരു നുള്ളൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ.
എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതും കൂടി മിക്സ് ചെയ്തെടുത്താൽ ഒരു 2 മിനിറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിത് ചെയ്തെടുക്കുന്നത് ബട്ടർ ചിക്കൻ ഫില്ലിങ് കൊടുത്തിട്ടുള്ള ഉന്നക്കായാണ്. ഇങ്ങനെ ഒരു റെസിപ്പി ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കിയതാണ് കഴിഞ്ഞ റമദാനിന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ട്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. ഇത് ഈ ഒരു ഐഡിയ കിട്ടുന്നത് ബീഫ് ഉന്നക്കായ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുൻപേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു രീതിക്ക് ചിക്കനിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫില്ലിങ് ഞാൻ വേറൊരു ഇതിന് വേണ്ടി ചെയ്തതായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. മറ്റെങ്ങനെ എന്താ പറയുക, ബീഫ് ഫില്ലിങ് കൊടുത്തിട്ടുള്ള ഉന്നക്കായും ഞാൻ കഴിച്ചിട്ടുണ്ട്, ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനെക്കാട്ടും എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു ബട്ടർ ചിക്കൻ്റെ ഫില്ലിങ് കൊടുത്തിട്ടുള്ള ഉന്നക്കായ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇതെല്ലാം ഉന്നക്കായും ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബട്ടർ ചിക്കൻ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഹലീമിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഹൈദരാബാദ് ഹലീം എല്ലാവർക്കും പറയാൻ പറ്റും, എല്ലാ സ്ഥലത്തും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ഇന്ന് ഹലീം ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുക, എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെള്ളത്തിൽ കുറച്ച് സമയം കുതിരാൻ വെക്കണം. കുറച്ച് സമയമല്ല, ഒരു 4-5 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 3-4 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞ് വെക്കുക. പിന്നെ അതേ അളവിൽ തന്നെ അൽസക്ക് യൂസ് ചെയ്യുന്ന ഗോതമ്പുണ്ടല്ലോ, അതാണ്. അപ്പോൾ അതും കൂടി അതേ അളവിലെടുക്കുക. അപ്പോൾ ഇത് രണ്ടും വെള്ളം ഒഴിച്ച് ഒരു 4-5 മണിക്കൂർ ഞാൻ പറഞ്ഞില്ല കുതിരാൻ വേണ്ടി മാറ്റി വെക്കുക. കഴുകിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ എടുക്കുക. അല്ലെങ്കിൽ ആ സമയത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് കഴുകിയെടുത്താലും മതി. ഞാനിത് കഴുകിയിട്ടാണ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ച ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കന് പകരം മട്ടണോ ബീഫോ ഒക്കെ എടുക്കാം കേട്ടോ. മട്ടനൊക്കെയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക, ബീഫും നല്ല ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ അളവുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൃത്യമായിട്ടുള്ള അളവ് ഞാനിപ്പോൾ ഇതിൽ പറയുന്നില്ല. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ പൊടികളും ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾ, മുളക്, മല്ലി, കുരുമുളക്, പിന്നെ ഗരം മസാല അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത ഓണിയൻ കൂടി ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് 2 സവാളയാണ് നീളത്തിലരിഞ്ഞ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് മാറ്റി വെക്കുക, നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെ അളവ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, അപ്പോൾ കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഉള്ളി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതവിടെ മാറ്റി വയ്ക്കുക. ഞാനിപ്പോൾ എല്ലുള്ള പീസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലില്ലാത്ത പീസ് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഷ്രെഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലുള്ള പീസൊക്കെ കൂട്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം 4-5 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പരിപ്പും ഗോതമ്പും ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ പോക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെള്ളത്തിൽ എത്രത്തോളം കുതിരാൻ വെക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. അതാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഒരു 4-5 മണിക്കൂർ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, എന്നിട്ട് വേവിച്ചെടുക്കുക. നല്ലപോലെ വെന്ത് കിട്ടണം. 6-7 വിസിലൊക്കെ നമ്മുടെ കുക്കറിനനുസരിച്ച് വേവിച്ചെടുക്കുക. നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇത് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി പാകമായി വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചിക്കൻ്റെ എല്ലൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കൈ വെച്ച് തന്നെ ഷ്രെഡ് ചെയ്താൽ മതി. ഒരുപാട് പേസ്റ്റ് പോലെ ഒന്നും ആക്കിയെടുക്കണ്ട. അപ്പം ചിക്കൻ കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ വെച്ചിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. നല്ലൊരു പേസ്റ്റ് രൂപത്തിലാണ് ഹലീം ഉണ്ട്. അത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു പാകത്തിലാക്കി എടുക്കണം. എനിക്ക് ബീറ്ററിനെക്കാട്ടിയും സുഖമായിട്ട് തോന്നിയത് നമ്മുടെ മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് വീഡിയോ എടുത്തിട്ടില്ല. ബീറ്റർ ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ടാണ്. ലാസ്റ്റ് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം ആഡ് ചെയ്യാം. നെയ്യ് കൂടുതൽ ആഡ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും.
എന്നിട്ട് നമുക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൊരിച്ച ഉള്ളിയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ആഡ് ചെയ്യട്ടെ. ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹലീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. ചൂടോടെ തന്നെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.